നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ സംവിധാനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ദുബായ് നഗരസഭ. ബലിപെരുന്നാളിന് മുന്നോടിയായി വിശ്വാസികൾക്ക് വേണ്ടി പുതിയ 7 മൊബൈൽ ആപ്പുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഉപയോക്താക്കൾക്ക് ബലിമൃഗങ്ങളെ ഓർഡർ ചെയ്യാനും വാങ്ങാനും മാംസം വിതരണം ചെയ്യാനും സ്മാർട്ട് ആപ്ലിക്കേഷൻ സംവിധാനം വിപുലീകരിച്ചതായി അധികൃതർ അറിയിച്ചു. മാംസം വിതരണം ചെയ്യാനും ഈ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാനാണ്. അൽ മവാഷി തുർക്കി, ഷബാബ് അൽ ഫരീജ്, ദബായ് അൽദാർ അൽ അനൂദ് സലോട്ടേഴ്സ്, ദബായ് അൽദാർ അൽ അനൂദ് സലോട്ടേഴ്സ്, ദബായ് UAE, ടെൻഡർ മീറ്റ് എന്നിവയാണ് മൊബൈൽ ആപ്പുകൾ. അറവുശാലകളിൽ നേരിട്ട് എത്താതെ തന്നെ ഈ ആപ്പ് വഴി ബലികർമ്മവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാനാകും. 2000 ജീവനക്കാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ബലിമൃഗങ്ങളുടെ ഗുണമേന്മയും ഇറച്ചി വിതരണത്തിലെ സുരക്ഷയും ഉറപ്പുവരുത്താൻ സൂക്ഷ്മ പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അൽ ഖിസൈസ്, അൽ ഖൂസ്, ഹത്ത, അല്ലിസൈലി എന്നിവിടങ്ങളിലെ അറവുശാലകളിൽ അറഫ ദിനം രാവിലെ 7 മുതൽ പ്രവർത്തിക്കും. പെരുന്നാൾ ദിനത്തിൽ രാവിലെ 8-നായിരിക്കും പ്രവർത്തന സമയം. ബലിപെരുന്നാൾ എത്തുന്നതിന് മുൻപേ വിപുലമായ സൗകര്യങ്ങളാണ് ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ അറവുശാലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 40,000 മൃഗങ്ങളെ വരെ അറുക്കാനും ബലിമാംസം ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുമുള്ള സൗകര്യം നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അറവ് മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി നൽകുന്നു. മതിയായ സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ അറവുശാലകളിലേക്കാണ് മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പാക്കും. പ്രതിരോധ നടപടികൾ നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ എടുത്തു പറയുന്നുണ്ട്. ഫാമുകളിൽ കന്നുകാലികളെ കശാപ്പു ചെയ്യുന്നത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ സാംക്രമിക രോഗങ്ങൾ പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കി. ഉപയോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സേവനം നൽകാനുള്ള ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്. അൽ ഖിസൈസ്, അൽ ഖൂസ്, ഹത്ത, അല്ലിസൈലി എന്നിവിടങ്ങളിലെ അറവുശാലകൾ അറഫ ദിനം രാവിലെ 7 മുതൽ പ്രവർത്തിക്കും. പെരുന്നാൾ ദിനത്തിൽ രാവിലെ 8-നായിരിക്കും പ്രവർത്തന സമയം. എന്തായാലും ബലി പെരുന്നാൾ അനുബന്ധിച്ച് ദുബായ് നഗരസഭ പുറത്തിറക്കിയ പുതിയ സംവിധാനം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.